ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മുന്നറിയിപ്പ് സന്ദേശം വന്നിട്ടുണ്ടാവും. ഗൂഗിൾ പേയിൽ പുതുതായി വന്നിട്ടുള്ള പോക്കറ്റ് മണി എന്ന ഫീച്ചർ ഉപയോഗിക്കരുത്, അതിൽ ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ടിലെ പണം മുഴുവൻ നഷ്ടപ്പെടും, എന്റെ 10,000 രൂപ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞായിരിക്കും ഓഡിയോ മെസ്സേജ്. ഇത് വലിയ രീതിയിൽ ഷെയർ ചെയ്തു പോകുന്നുണ്ട്. മെസ്സേജ് കണ്ട് ഗൂഗിൾ പേ ഓൺ ആക്കിയാലോ? ശരിയാണ്, പോക്കറ്റ് മണി എന്നൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഇത്രയും കാണുമ്പോൾ തട്ടിപ്പെന്ന് ഉറപ്പിക്കും. പേടിച്ച് ഗൂഗിൾ പേ ഡിലീറ്റ് ചെയ്യാൻ വരട്ടെ. ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നത് പോലെ ഇതൊരു തട്ടിപ്പാണോ? നിങ്ങളുടെ അക്കൗണ്ട് ഇത് കാലിയാക്കുമോ? യഥാർത്ഥത്തിൽ ഗൂഗിൾ പേ ഔദ്യോഗികമായി അവതരിപ്പിച്ച UPI സർക്കിൾ എന്ന സുരക്ഷിതമായ സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ പോക്കറ്റ് മണി ഫീച്ചർ. സ്വന്തമായി ബാങ്ക് അക്കൗണ്ടോ UPI ഐഡിയോ ഇല്ലാത്ത കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും ഡിജിറ്റൽ ഇടപാടുകൾ നടത്താൻ സഹായിക്കുന്ന ഒരു മികച്ച സംവിധാനമാണിത്. അതായത് മക്കൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ തന്നെ രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് പേയ്മെന്റുകൾ നടത്താനാവും. എന്നാൽ മക്കളുടെ ഫോണിലും ഗൂഗിൾ പേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അവരുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിനും ചെയ്യണം. എന്നാൽ ബാങ്ക് അക്കൗണ്ട് ഇതിനാവശ്യമില്ല. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI പുറത്തിറക്കിയ ഈ സംവിധാനം വഴി ഒരു അക്കൗണ്ട് ഉടമയ്ക്ക് തന്റെ അക്കൗണ്ടിൽ നിന്ന് പണം ചെലവഴിക്കാൻ 5 പേരെ വരെ അനുവദിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. മക്കൾക്കോ വിശ്വസ്തരായ മറ്റൊരാൾക്കോ വേണ്ടി പോക്കറ്റ് മണി ഫീച്ചർ സെറ്റ് ചെയ്യുമ്പോൾ രക്ഷിതാക്കൾക്ക് 2 തരത്തിലുള്ള നിയന്ത്രണങ്ങൾ തിരഞ്ഞെടുക്കാം. ഒന്ന്, ഒരു നിശ്ചിത പ്രതിമാസ പരിധി നിശ്ചയിക്കാം. പരമാവധി 15,000 രൂപ വരെയാണ് ഇത്തരത്തിൽ നൽകാൻ കഴിയുക. ഈ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഓരോ തവണയും രക്ഷിതാവിന്റെ അനുവാദം ചോദിക്കാതെ തന്നെ കുട്ടികൾക്ക് കടകളിലും മറ്റും QR കോഡ് സ്കാൻ ചെയ്ത് പണമടയ്ക്കാം. എന്നാൽ ഒരു തവണ പരമാവധി 5,000 രൂപ വരെ മാത്രമേ ഇങ്ങനെ അയക്കാൻ കഴിയൂ എന്ന സുരക്ഷാ ക്രമീകരണവുമുണ്ട്. രണ്ടാമത്തെ രീതിയിൽ കുട്ടി ഓരോ തവണ പണം അടയ്ക്കുമ്പോഴും രക്ഷിതാവിന്റെ ഫോണിലേക്ക് ഒരു റിക്വസ്റ്റ് വരും. അത് അപ്രൂവ് ചെയ്താൽ മാത്രമേ പണം കൈമാറ്റം ചെയ്യപ്പെടുകയുള്ളൂ. ബാങ്കിംഗ് നിയമങ്ങൾ പാലിക്കുന്നതിനായി ഉപയോക്താക്കളുടെ വിവരങ്ങൾ സർക്കാർ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതിലൂടെ കടകളിൽ നിന്നും ഓൺലൈനിലൂടെയും സാധനങ്ങൾ വാങ്ങിക്കാൻ മാതാപിതാക്കളുടെ അക്കൗണ്ടിൽ നിന്ന് കുട്ടികൾക്ക് പേയ്മെന്റ് നടത്താനാകും. മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി മക്കൾക്ക് സ്വതന്ത്രമായി പണം ചിലവഴിക്കാനും മക്കൾ അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കുന്നില്ലെന്ന് മാതാപിതാക്കൾക്ക് ഉറപ്പുവരുത്താനും കഴിയുമെന്നതാണ് പുതിയ ഫീച്ചറിന്റെ പ്രത്യേകത. ഇനി തട്ടിപ്പിനെ കുറിച്ചുള്ള പ്രചരണങ്ങളിലേക്ക് വരാം. ഗൂഗിൾ പേയിലെ പോക്കറ്റ് മണി ഐക്കണിൽ വെറുതെ ഒന്ന് തൊട്ടാലോ അതിനുള്ളിൽ കയറി നോക്കിയാലോ നിങ്ങളുടെ പണം നഷ്ടപ്പെടില്ല. നിങ്ങൾ ഒരാളെ സെക്കൻഡറി യൂസറായി ആഡ് ചെയ്ത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാൽ മാത്രമേ അവർക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കാൻ സാധിക്കൂ. വാട്സാപ്പിൽ പ്രചരിക്കുന്ന ഓഡിയോ സന്ദേശങ്ങൾ വെറും വ്യാജമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലേ സ്റ്റോറിൽ പോക്കറ്റ് മണി എന്ന പേരിൽ മറ്റു ചില തേർഡ് പാർട്ടി ആപ്പുകൾ ലഭ്യമാണ്. അവ ടാസ്കുകൾ പൂർത്തിയാക്കിയാൽ പണം നൽകുമെന്ന് അവകാശപ്പെടുന്നവയാണ്. അവയുമായി ഗൂഗിൾ പേയുടെ ഈ ഫീച്ചറിനെ മാറിപ്പോകരുത്. ഗൂഗിൾ പേയ്ക്കുള്ളിലുള്ള ഈ സംവിധാനം തികച്ചും ഔദ്യോഗികവും സുരക്ഷിതവുമാണ്. ഇത്തരം വ്യാജ വാർത്തകൾ വിശ്വസിച്ച് പുതിയ സാങ്കേതിക വിദ്യകളെ പേടിക്കേണ്ടതില്ല. പകരം അവ കൃത്യമായി മനസ്സിലാക്കി ഉപയോഗിക്കുകയാണ് വേണ്ടത്. വ്യാജ വാർത്ത അയച്ചെന്ന സുഹൃത്തിന് ഈ യഥാർത്ഥ വിവരം പങ്കുവയ്ക്കാൻ മറക്കണ്ട.